നമ്മൾ എത്ര വന്നാലും നമ്മുടെ കേരളത്തിലെ ഒരു വിഭാഗം ഒന്നും പഠിക്കില്ല. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനൊരു അവസാന തെളിവാണ് ഇപ്പോൾ ഈ കാണുന്ന ഹാഫിസിൻ്റെ ഈ ഒരു അറസ്റ്റ്. പുഴ ഇരുവുകാട് സ്വദേശിയായ ഹാഫിസിനെ സൗത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. നമസ്കാരം. ഒരു യൂട്യൂബർ, ഒരു ഇൻഫ്ലുവൻസർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ റീൽസും മറ്റും ഒക്കെ ആയി കൂടുതൽ പെൺകുട്ടികൾ അവരോടൊപ്പം ചേരും. റീൽസിൻ്റെ മറവിൽ ഈ യൂട്യൂബർമാർ ചെയ്യുന്നത് ഇവർക്ക് വിവാഹ വാഗ്ദാനം നൽകുകയും പല സ്ഥലങ്ങളെ കൊണ്ട് പീഡിപ്പിക്കുന്ന പല കഥകൾ നമ്മൾ കേരളത്തിൽ കേട്ടിട്ടുണ്ട്. അവസാനമായി ഇപ്പോൾ കേൾക്കുന്നത് ആലപ്പുഴയിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. നമുക്കതിലേക്ക് പോകാം. വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പിടിയിൽ. തൃക്കണ്ണൻ എന്ന ഹാഫിസാണ് പിടിയിലായത്. ഈ തൃക്കണ്ണൻ എന്ന ഹാഫിസ് ഇദ്ദേഹം ശരിക്കും ഒരു ഫോട്ടോഗ്രാഫിയിലൂടെയാണ് എൻട്രി ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ റീൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റീൽസുകളാണ്, ക്രിയേറ്റീവായിട്ടുള്ള റീൽസുകളൊക്കെ ചെയ്താണ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇൻസ്റ്റയിൽ ഏതാണ്ട് 3.5 ലക്ഷത്തോളം 3.24 അങ്ങാണ്ട് ഫോളോവേഴ്സ് ഉണ്ട്. അതുപോലെ യൂട്യൂബിൽ ഏതാണ്ട് 2 ലക്ഷത്തിന് മുകളിൽ ഇതുണ്ട്, സബ്സ്ക്രൈബറുള്ള ചാനലാണ്. വളരെ ക്രിയാത്മകമായ രീതിയിൽ ചെയ്യുന്ന ഇദ്ദേഹത്തോടൊപ്പം റീൽസ് ചെയ്യുവാൻ ഇവിടുത്തെ പെൺകുട്ടികൾക്ക് അങ്ങ് ഹരമാണ്. പലരെയും പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ പരാതിയിൽ എറണാകുളം ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പെൺകുട്ടി പോയപ്പോൾ പറഞ്ഞു, അല്ല നിങ്ങളുടെ ഇത് ഇരവുകാടാണ് ഈ ഹാഫിസ് എന്ന ഈ ഇൻഫ്ലുവൻസ് ഉള്ളത്, അതുകൊണ്ട് ആലപ്പുഴ സൗത്തിൽ കേസ് കൊടുക്കുകയും കഴിഞ്ഞ ദിവസം ഉടനടി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്തിൽ പെട്ടെന്ന് തന്നെ ഒരു അറസ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ എവിഡൻസ് ഇന്ന് വലിയൊരു കേസിന് പോലീസുകാരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഡിജിറ്റൽ എവിഡൻസ്. ഇപ്പോൾ വാട്സപ്പ് ചാറ്റുകളും അതുപോലെ മറ്റുള്ള ഫോൺ കോൾ റെക്കോർഡിങ് ഇതെല്ലാം വീണ്ടെടുത്ത് കാണും ഒരു പരിധി, അല്ലെങ്കിൽ പെട്ടെന്നൊരു അറസ്റ്റിലേക്ക് പോയില്ലായിരുന്നു. വിവാഹ വാഗ്ദാനം, പീഡനം എന്നീ വകുപ്പുകളൊക്കെയാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. പോലീസ് തന്നെ ഈ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ നിരവധി പെൺകുട്ടികളുമായി ഈ ഹാഫിസിന് ബന്ധമുണ്ടെന്നും ഇങ്ങനെ പീഡനം നടത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആലപ്പുഴയുള്ള ഇരവുകാട് ഉള്ള വീടിനോട് ചേർന്ന് തന്നെ ഒരു വീട് ഇദ്ദേഹത്തിനുണ്ട്. ഈ വീട്ടിലെ ആൾ താമസമൊന്നുമില്ല. ഈ വീട്ടിലേക്ക് പെൺകുട്ടികളെ റീൽസിൻ്റെ മറവിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവിടെ വച്ചാണ് ഈ റീൽസ് ഷൂട്ടും ഒപ്പം പീഡനവും. ഇന്ന് പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തുന്ന യൂട്യൂബർമാർ ധാരാളമുണ്ട്. നമ്മൾ എത്ര വന്നാലും നമ്മുടെ കേരളത്തിലെ ഒരു വിഭാഗം ഒന്നും പഠിക്കില്ല. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനൊരു അവസാന തെളിവാണ് ഇപ്പോൾ ഈ കാണുന്ന ഹാഫിസിൻ്റെ ഈ ഒരു അറസ്റ്റ്. പുഴ ഇരുവുകാട് സ്വദേശിയായ ഹാഫിസിനെ സൗത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ മുഹമ്മദ് ഹാഫിസ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. 3,51,000 ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണ്. തൃക്കണ്ണെന്നാണ് പേര്. ഇതുപോലെ നിരവധി പെൺകുട്ടികളെ ഇതേപോലെ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് ഇയാളെ വരുതിയിലാക്കിയതിന് ശേഷം ഇയാൾ ഇതേപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം കുട്ടികളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പോലീസ് ഓഫീസർക്ക് ഒരു തെളിവില്ലാതെ ഒരു കാര്യം പോലീസ് ഓഫീസർ പറയില്ല. നിരവധി പെൺകുട്ടികൾ ഇപ്പം അറസ്റ്റ് ഉണ്ടായ ഉടനെ തന്നെ നിരവധി പെൺകുട്ടികൾ, അതായത് ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ പേരിൽ മാത്രമാണോ ഈ അറസ്റ്റ്? എൻ്റെ ഒരു സംശയമാണ്. അതോ നിരവധി പെൺകുട്ടികളുടെ പരാതിയിൽ മേലാണോ അറസ്റ്റ് എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ്. എന്തായാലും ഇനിയും കൂടുതൽ പേര് ഈ പരാതികളുമായി വരാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ റീൽസിലാണ് ഈ പെൺകുട്ടികൾ വീടുന്നത്. ഇപ്പോൾ കേരളത്തിലൊരു കാര്യമുണ്ട്, ഏത് പീഡനം നടന്നു അല്ലെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം നടത്തി എന്ന് പറഞ്ഞാൽ ഉടനെ പുരുഷനെ അറസ്റ്റ് ചെയ്യുന്നു. ശരിക്കും ഒരു 50 അല്ലെങ്കിൽ 50% തെറ്റുകാരി ഈ സ്ത്രീയുമാണ്, അല്ലെ പെൺകുട്ടിയല്ലേ? അതാണ് എൻ്റെ സംശയം. റീൽസിൻ്റെ പേരിൽ വിവാഹ വാഗ്ദാനം നൽകുന്നു, പീഡിപ്പിക്കുന്നു. അപ്പോൾ അതിന്
വിവാഹ വാഗ്ദാനം നൽകുകയാണെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് പോരെ ലൈംഗിക ബന്ധം? ഇവർ ഈ ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടി തയ്യാറാകുന്നു. അപ്പോൾ ഒരു പരിധിവരെ അവരും തെറ്റുകാരല്ലേ? നമ്മുടെ നാട്ടിൽ ഈ നിയമം ഒന്ന് പൊളിച്ചെഴുതും. പല നിയമങ്ങളും ഇന്ന് പറയാം, ലഹരിയുടെ കാര്യങ്ങൾ പറയുകയേ വേണ്ട. ഇപ്പോൾ ഡി ഹണ്ടെന്നും പറഞ്ഞുള്ള ലഹരി വേട്ട നടക്കുന്നു. ഇതെല്ലാം ഈ ഇൻഫ്ലുവൻസർമാരും ഒക്കെ ഈ ലഹരിയിലൂടെയാണ് ഈ പെൺകുട്ടികളെ പലരും കീഴ്പ്പെടുത്തുന്നത് എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. ഒരു പരിധിവരെ പെൺകുട്ടികളും തെറ്റിയവരാണ്. ഈ കേസിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പീഡനം നടത്തി കഴിയുമ്പോൾ ഈ പെൺകുട്ടികൾ ഇങ്ങനെ വീഴുന്നു കഴിഞ്ഞാൽ ഇവർക്ക് വിവാഹം കഴിച്ചിട്ട് പോരെ ഈ ലൈംഗിക ബന്ധം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളത്? ഇവരും പെൺകുട്ടികളും തെറ്റുകാരാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം ഞാൻ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് നിയമം മാറുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ പെൺകുട്ടികളും ഇതിലേക്ക് പോകാതിരിക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ മറ്റൊരു കാര്യം. പ്രതി എന്താ പറയുന്നത്? പ്രതി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് എന്തൊക്കെയോ ഈ ബന്ധങ്ങൾക്ക് ശേഷം കുറച്ച് വഴക്കുകളും കാര്യങ്ങളും ഉണ്ടായി. അതിനുശേഷം ഈ കുട്ടിയായിട്ട് പിരിഞ്ഞതാണ് പറയുന്നത്. അതെ, ഈ വിവാഹം കഴിക്കാനിരുന്നതാണ് എല്ലാം അദ്ദേഹം ആ പെൺകുട്ടിയിൽ നിന്ന് ഊറ്റിയെടുത്ത്. പിന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്തിട്ട് പുതിയതിലേക്ക് പോവും. ഇങ്ങനെ തുടരുന്ന ഒരു കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ശരി, ഒരിക്കൽ ഈ കള്ളം ചെയ്താൽ സത്യം പുറത്തു വരും. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. പെൺകുട്ടികളുടെ സുരക്ഷ പെൺകുട്ടികൾ തന്നെയാണ് ചെയ്യേണ്ടത്. സ്നേഹബന്ധത്തിലേക്ക് മറ്റേതും പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ചതിക്കപ്പെടുവാനുള്ള സാധ്യതകൾ ധാരാളം ആണ്. ഇന്ന് നേരെ ചൊവ്വെ കല്യാണം കഴിഞ്ഞുള്ള ജീവിതം തന്നെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിലേക്കാണ്. കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴത്തേക്ക് ഡിവോഴ്സിനുള്ള കേസുകളാണിന്ന് കോടതികളിൽ നടക്കുന്നത്. കുടുംബ കോടതികളിൽ കേസുകൾ കൂടുന്നു. ദാമ്പത്യബന്ധം തകരുന്നതിന് നിരവധി കാര്യങ്ങൾ. കല്യാണം കഴിഞ്ഞ് 25 വർഷം 30 വർഷം മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് പോലും ഡിവോഴ്സിലേക്ക് പോകുന്ന കേരളത്തിൽ, സാക്ഷരതയിലും അങ്ങ് ഗോഡ്സ് ഓൺ കൺട്രിയിലും നമ്മൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓരോ ദിവസവും നമ്മളെ ഞെട്ടിക്കുന്ന 2025 ഓരോ ബ്ലോഗിലും പറയുന്ന കാര്യമാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ കേരളത്തിൽ. പീഡനം, കൊലപാതകം, സഹപാഠികളെ നെഞ്ചക്ക് കൊണ്ട് ഇടിച്ചു കൊല്ലുന്നു. എന്നിട്ട് ഈ കുട്ടികളുടെ പോലും ഫോട്ടോ പോലും വെളിയിൽ വിടില്ല. ഇതൊക്കെ ബാലാവകാശ നിയമങ്ങൾ, ഇതെല്ലാം പൊളിച്ചെഴുതേണ്ട നിയമവ്യവസ്ഥയെ കുറ്റം പറയുകയല്ല. ഇതൊക്കെ ഒരു അപേക്ഷകളാണ്. ഇതുപോലെ നിരവധി സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഈ നിയമങ്ങൾക്ക് മീഡിയയിലൂടെ മാറ്റിയെഴുതേണ്ട ഇപ്പോൾ BNS പുതിയ ന്യായസംഹിതയിലൊക്കെയാണ് വകുപ്പുകൾ വരുന്നത്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഈ പീഡിപ്പിക്കപ്പെട്ടാലും ഇവരും ഒരു പീഡനത്തിനല്ല, ഒറ്റ പീഡനത്തിനല്ല പോയിരിക്കുന്നത്, പല പ്രാവശ്യമാണ്. അപ്പോൾ അവരും തെറ്റുകാരിയല്ലേ? അവിടെ ആ സ്ത്രീയെ കൂടി ആ പെൺകുട്ടിയെ കൂടി ഇതിൽ കേസിൽ ഈ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് ഇനിയുള്ള കാര്യമെങ്കിലും കുറേ പെൺകുട്ടികളെങ്കിലും മാറും. അതുപോലെ തന്നെ ലഹരിയുടെ ഹബ്ബായി മാറിയിരിക്കുന്നത് ഇന്ത്യയിൽ ബാംഗ്ലൂരാണെന്ന് പറയുന്നത്. പക്ഷേ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് കേരളമാണ്. നിരവധി ബസ്സുകളിലൂടെ ലഹരി ഇവിടെ വരികയും ലഹരിക്ക് ആലപ്പുഴയിൽ നിന്ന് പറഞ്ഞ്, ഇപ്പോൾ ആലപ്പുഴയിലാണ് ഈ സംബന്ധം. ആലപ്പുഴയിലെ മീഡിയ ഇടയ്ക്കൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്, ശനിയാഴ്ച ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് തിങ്കളാഴ്ച പോകുന്ന എത്ര പെൺകുട്ടികളുണ്ട്. ഇവരെല്ലാം ഹൗസ് ബോട്ടിലാണ് ഇവരുടെ 2 ദിവസത്തെ 10,000 മുതൽ 1 ലക്ഷം രൂപ വരെ വാഗ്ദാനം നൽകിയാണ് ആലപ്പുഴയിൽ. ഇതെല്ലാം വിരലെണ്ണാവുന്ന കേസുകൾ മാത്രമാണ് ഇവിടെ വരുന്നത്. ആലപ്പുഴയുടെ ഈ കായൽ നടക്കുന്ന കേസുകൾ നിരവധിയാണ്. ഇതുപോലെയുള്ള കേസുകളിൽ പോലീസിൻ്റെ ശ്രദ്ധ പതിയേണ്ടത് അത്യാവശ്യമാണ്. നിരവധി മലയാളി കുട്ടികളും ഇതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, ഈ അടുത്തിടെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്നവർ പ്രത്യേകിച്ച് യൂട്യൂബർ പറയുന്നവന്മാർ പുള്ളിയുടെ വായിന്ന് കറക്റ്റ് കാര്യമാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു നെഗറ്റീവാണ് എപ്പോഴും ഇതായി ഹൈപ്പായിക്കൊണ്ടിരിക്കുന്നത്. എന്നെങ്കിൽ പോലും
നല്ല കാര്യങ്ങൾ, നല്ല വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലൊന്നും ആൾക്കാർക്ക് കാണണ്ട. ഒരു നെഗറ്റീവ് കാര്യം പോയി കഴിഞ്ഞാൽ അത് മില്യൺസും ഒക്കെ ആയിട്ട് അങ്ങോട്ടും 24 മണിക്കൂർ കൊണ്ട് വ്യൂസും ഒക്കെ കിട്ടും, റീച്ചും ഒക്കെ പോകും. പക്ഷേ നല്ല കാര്യങ്ങൾക്കൊന്നും നമ്മുടെ മലയാളികൾക്ക് താല്പര്യമില്ല. ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങൾക്ക് എപ്പോഴും നല്ല ഹൈപ്പാണ്. ൊക്കെ ഇതുപോലെ പെൺകുട്ടികളെ, യുവതികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്. നിരവധി പരാതികൾ ഇവർക്കെതിരെ ഉയരുന്നുണ്ട്. ഈ തൃക്കണ്ണൻ എന്ന ഹാഫിസ് പതിവായി അല്ലെങ്കിൽ സ്ഥിരമായി ഇതുപോലെ പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഈ പോലീസ്. ഇതിനു മുമ്പേ നമുക്കറിയാം 2-3 ഇൻഫ്ലുവൻസർമാർ ഇതുപോലെ കേസിലകപ്പെട്ടിട്ടുണ്ട്. അവരും ഇത് തന്നെ ചെയ്തിട്ടുള്ളത്. ഇത് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ തുടരെ കേരളത്തിലിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേസുകൾ. ഇത് കണ്ടാലെങ്കിലും ഈ പെൺകുട്ടികൾക്കൊരു മാറ്റം ഉണ്ടാകണ്ടേ? രക്ഷിതാക്കളൊക്കെ എന്ത് ചെയ്യും? രക്ഷിതാക്കളൊക്കെ അവസാന ഘട്ടത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അറിയുന്നത് പോലും. ഉദ്യോഗസ്ഥൻ്റെ വാക്കുകൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇയാൾക്കെതിരായ പരാതിയുടെയും അതോടൊപ്പം ഈ കേസിൻ്റെയും വിശദാംശങ്ങൾ? ടോം, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ആളുകൾ ക്രിമിനൽ കേസുകൾ പ്രതികളാക്കപ്പെടുന്നത് ഇപ്പോൾ സാധാരണമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പല കേസുകളിലും പെൺകുട്ടികൾ നൽകിയിട്ടുള്ള പീഡന പരാതിയിന്മേലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു കേസാണ് ഇന്ന് ആലപ്പുഴ സൗത്ത് പോലീസ്. ഇന്ന് ആലപ്പുഴയാണെങ്കിൽ നാളെ കൊല്ലം, മറ്റന്നാൾ തിരുവനന്തപുരം. ഇതാണ് ഇന്നത്തെ കേരളത്തിലെ സ്ഥിതി. അതുകൊണ്ട് പെൺകുട്ടികൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ളതല്ല, വിവാഹ വാഗ്ദാനം നൽകി ഈ പ്രലോഭനങ്ങളിൽ പെടുത്തുന്ന ഇവരുടെ ചതിയിൽ പെടരുത് എന്ന് മാത്രം ഒരപേക്ഷ നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.